Anywhere you go, anywhere you go, give it all. ഹുയി കാർഡോസോ സംവിധാനം ചെയ്ത് 2024 ഇറങ്ങിയ ഒരു പരാഗ്വേ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഡു നോട്ട് എൻറ്റർ. ഇന്ന് നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങിയ 2 യൂട്യൂബേഴ്സിൻ്റെ പ്രേത കഥയാണ് കാണാൻ പോകുന്നത്. ഒരു ബംഗ്ലാവിൽ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് തരികിട കാട്ടി വീഡിയോ എടുത്ത് പ്രേതത്തെ എഡിറ്റ് ചെയ്ത് വെച്ച് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന 2 യൂട്യൂബേഴ്സ് വീഡിയോയ്ക്ക് കൂടുതൽ ലൈക്ക് കിട്ടിയാൽ ആ ബംഗ്ലാവിലേക്ക് പോയി വീണ്ടും പ്രേതത്തെ കാണിച്ചു തരാം എന്ന് ചലഞ്ച് വെക്കുകയും വ്യൂസ് ലൈക്ക് കൂടി വന്നതിനാൽ വീണ്ടും ആ ബംഗ്ലാവിലേക്ക് അർദ്ധരാത്രി അവർ വീഡിയോ പിടിച്ച് പോവുകയാണ്. അങ്ങനെ ആ ബംഗ്ലാവിൽ എത്തിയ അവർ പ്രേതത്തെ കണ്ടോ ഇല്ലയോ, കണ്ടെങ്കിൽ അവർ പ്രേതത്തിൻ്റെ പിടിയിലായോ എന്നൊക്കെ ഭയത്തോടെ നമ്മളെ പിടിച്ചിരുത്തുകയും അവസാനം ഒരു വെറൈറ്റി ആരും പ്രതീക്ഷിക്കാത്ത കിളിപ്പോയ ട്വിസ്റ്റും. ഓഹോ, എങ്കിൽ അത് എന്താണെന്ന് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 2 ഫ്രണ്ട്സ് വോളിബോൾ കളിക്കുന്നത് കാണാം. ഒരുത്തൻ്റെ പേര് ആൾട്ടോ, മറ്റൊരുത്തൻ്റെ പേര് ക്രിസ്റ്റി. ആൾട്ടോ ആണെങ്കിൽ ക്രിസ്റ്റി കളിക്കുന്നത് ലൈവായി യൂട്യൂബിൽ കാണിച്ചുകൊണ്ട് ലൈവ് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ കളി കഴിഞ്ഞ് 2 പേരും വീട്ടിലേക്ക് ലൈവ് കാണിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആൾട്ടോയുടെ തലമണ്ടയ്ക്ക് ക്രിസ്റ്റി ബോൾ എടുത്ത് തമാശയ്ക്ക് ഒരൊറ്റ ഏറ്. അതോടെ കലിപ്പിലായ ആൾട്ടോ ആ പന്തെടുത്ത് ഒരൊറ്റ ചവിട്ട് നേരെ അപ്പുറത്തെ വളപ്പിലേക്ക്. എടാ ബഗഡ, മര്യാദയ്ക്ക് ബോൾ എടുത്തിട്ട് വാ എന്ന് ക്രിസ്റ്റി ആൾട്ടോയോട് പറയുകയും ആൾട്ടോ നേരെ പോയി ആ വീടിൻ്റെ മതിലിലെ കതക് തട്ടി നോക്കിയെങ്കിലും അവിടെ ആരും തന്നെ ഇല്ല, ഒരു റിപ്ലൈയും വന്നില്ല. അതിനാൽ ആൾട്ടോ ആ മതിൽ ചാടി അകത്തേക്ക് കയറുകയാണ്. അവൻ്റെ പുറകെ ക്രിസ്റ്റിയും പോകുന്നു. അകത്ത് കയറിയ 2 പേരും ആ വീട്ടുപറമ്പ് മൊത്തം ചുറ്റി നടക്കാൻ തുടങ്ങി. എന്നാൽ അകത്ത് കയറിയ ക്രിസ്റ്റിക്ക് ആൾട്ടോയെ കണ്ടില്ല. ക്രിസ്റ്റി ആൾട്ടോ ആൾട്ടോ എന്ന് വിളിച്ച് അവനെ തിരയാൻ തുടങ്ങി. നോക്കിയാൽ അവിടെ ദേ ഒരു ചെറിയ കിണർ, അതിൽ നിന്നും എന്തോ ഒരു ശബ്ദം വരാൻ തുടങ്ങി. ക്രിസ്റ്റി പതുക്കെ ആ കിണറിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ അതിനകത്ത് ഒരു ശവശരീരം കാണുകയാണ്. അത് നോക്കി നിൽക്കെ പെട്ടെന്ന് പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം. എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ആൾട്ടോ ആയിരുന്നു. അവൻ ഒളിഞ്ഞു നിന്ന് ലൈവ് വീഡിയോ എടുക്കുകയായിരുന്നു. ക്രിസ്റ്റി പേടിച്ചു പോയെങ്കിലും 2 തെറി പറഞ്ഞ് വീണ്ടും ആ കിണറ്റിൽ നോക്കിയെങ്കിലും ഇപ്പോൾ അവിടെ ആ ശവശരീരം കാണാനില്ല. ഹലോ ഗൈസ്, കണ്ടില്ലേ, ക്രിസ്റ്റി പേടിച്ചു പോയി എന്നൊക്കെ ആൾട്ടോ ലൈവിൽ ക്രിസ്റ്റിയെ കളിയാക്കി പറഞ്ഞ് നടക്കുകയാണ്. അന്നേരം ആ വീട്ടുപറമ്പിൽ ഒരു ബോട്ട് കിടക്കുന്നത് കാണുന്നു. അതേ നേരം വീടിനകത്ത് നിന്നും ഒരു ശബ്ദവും കേൾക്കാൻ തുടങ്ങി. വീടിൻ്റെ ഡോർ തുറക്കുന്ന പോലത്തെ ശബ്ദം കേട്ടതിനാൽ 2 പേരും പേടിച്ച് ഒരു ഭാഗത്തേക്ക് ഓടിപ്പോയി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ വീടിനകത്ത് നിന്നും ആരും തന്നെ പുറത്തു വന്നില്ല. ചിലപ്പോൾ അത് കാറ്റത്ത് തുറന്നതായിരിക്കും എന്ന് കരുതി ആൾട്ടോ മാത്രം ക്യാമറയും എടുത്ത് ലൈവ് വീഡിയോ പിടിച്ച് ആ വീടിനകത്തേക്ക് ആ റൂമിനകത്ത് പോകാൻ തുടങ്ങി. അതിനിടയിൽ തിരിഞ്ഞു നോക്കി, എടാ ക്രിസ്റ്റി പെട്ടെന്ന് വാ, ഇവിടെ മറ്റാരുമില്ല എന്ന് പറയുകയും അതിനാൽ ക്രിസ്റ്റിയും അവൻ്റെ പുറകെ പോവുകയാണ്. അങ്ങനെ ആൾട്ടോ ആ റൂമിൻ്റെ അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വീടിൻ്റെ ഡോർ തനിയെ അടയുകയാണ്. അത് കണ്ട് 2 പേരും പേടിച്ച് വാലും പൊക്കി ഓടാൻ തുടങ്ങി. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇപ്പോൾ 2 പേരും വീട്ടിലിരിക്കുന്നതായി കാണാം. ക്രിസ്റ്റി ആൾട്ടോയ്ക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. അത് ലാസ്റ്റ് ആ ബംഗ്ലാവിൽ പോയി എടുത്ത വീഡിയോ ആയിരുന്നു. അതിൽ ഇപ്പോഴാണ് ഒരു പ്രേതം ഉള്ളതായി കാണുന്നത്. അത് കണ്ട ആൾട്ടോ, എടാ ഇത് പ്രേതത്തെ പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതാണ് മോനെ എൻ്റെ കഴിവ്, എങ്ങനെയുണ്ട് എൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ഇത് ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ക്രിസ്റ്റി പറയുമ്പോൾ, എന്തിനാടാ ഡിലീറ്റ് ചെയ്യുന്നേ, ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്താൽ ഒരുപാട് വ്യൂസ് കിട്ടും നമുക്ക്. അത് കേട്ട് ക്രിസ്റ്റി, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഇതൊരു ഫേക്ക് വീഡിയോ ആണ്, നമ്മൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല, നമ്മൾ സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യണം എന്ന് പറയുകയാണ്. അന്നേരം ആൾട്ടോ, എടാ നെറ്റിലുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ഫേക്കാണ്, നീ അതൊന്നും ചിന്തിക്കേണ്ട, നീ അപ്ലോഡ് ചെയ്യുവായി, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അഥവാ നമ്മുടെ വീഡിയോ വൈറലാവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ കിട്ടും, ആ പൈസ വെച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാം. അത് കേട്ടതോടെ ക്രിസ്റ്റിയും അതിന് സമ്മതിക്കുകയും ആ എഡിറ്റ് ചെയ്ത ഫേക്ക് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം ആ സീന് അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ ആൾട്ടോയും ക്രിസ്റ്റിയും വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. ആൾട്ടോയെ വീട്ടിൽ വരാൻ പറഞ്ഞിരിക്കുകയാണ് ക്രിസ്റ്റി. ആൾട്ടോ ഒരു ക്ലീനിങ് വർക്കാണ് ചെയ്യുന്നത്. എടാ നീ എൻ്റെ ജോലിയെക്കുറിച്ച് എന്താ കരുതുന്നത്, അങ്ങനെ ഇട്ടേച്ച് വരാനൊന്നും പറ്റില്ല. അത് കേട്ട് ക്രിസ്റ്റി, എടാ കൊണ അടിച്ചത് മതി, മര്യാദയ്ക്ക് തിരിച്ചു വീട്ടിലേക്ക് വാ എന്ന് പറയുമ്പോൾ, അതെന്തിനാ ഇപ്പോൾ വരുന്നേ, എന്താ പ്രശ്നം എന്ന് ആൾട്ടോ ചോദിക്കുകയാണ്. അതിന് മറുപടിയായി ക്രിസ്റ്റി, എടാ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ, ആ വീഡിയോയ്ക്ക് എത്ര വ്യൂസാ വന്നതെന്ന് അറിയാമോ? അത് കേട്ട് ആൾട്ടോ, ഇല്ലടാ എത്രയാ വന്നേ പറ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ പറയാം, നീ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയും അങ്ങനെ ആൾട്ടോ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ്
നേരെ ക്രിസ്റ്റിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ വീഡിയോയുടെ വ്യൂസ് കണ്ട് കിളിപ്പോയ പോലെ നിന്നിട്ട് പറയുന്നു, 2,30,000 വ്യൂസ് ആണല്ലോ, സംഭവം വൈറലായി മോനെ. അതേടാ, വെറും 9 മണിക്കൂർ കൊണ്ടാ ഇത്രയും വ്യൂസ് വന്നത്, ഇത് ഇനി ഇതിലും കത്തിക്കയറും എന്ന് ക്രിസ്റ്റിയും പറയുകയാണ്. എന്നിട്ട് അത് വീണ്ടും റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ 1000 വ്യൂസ് പിന്നെയും കൂടിയതായി കാണുകയാണ്. എന്താടാ 1 മിനിറ്റിൽ 1000 വ്യൂസ് കൂടിയെന്നോ, ഭയങ്കരം തന്നെ. ആ ഒരു വീഡിയോയുടെ കൊതിപ്പ് കണ്ട് രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നു. അതിനുശേഷം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 70,000 സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുകയാണ്. അതുകൂടി കണ്ടതോടെ രണ്ടുപേർക്കും സന്തോഷം താങ്ങാനാവാതെ പരസ്പരം കടിച്ചും മാന്തിയും ആഘോഷിക്കുകയാണ്. എന്നാൽ അവരുടെ സന്തോഷം അവിടെ കൊണ്ടു നിന്നില്ല. നേരെ രണ്ടുപേരും പബ്ബിൽ പോയി കള്ളു കുടിച്ച് ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ച് അറുമതിക്കാൻ തുടങ്ങി. അതൊക്കെ ആൾട്ടോ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ശേഷം മൂത്രമൊഴിക്കാൻ പോയി അവിടെയും വീഡിയോ ലൈവ് ഇട്ട് എന്തൊക്കെയോ പറഞ്ഞ് അവസാനം മദ്യലഹരിയിൽ ബോധവും പോയി അവിടെ തന്നെ വീഴുന്നു. അല്പം കഴിഞ്ഞ് ക്രിസ്റ്റിയും മൂത്രമൊഴിക്കാനായി വരികയും ഓൾട്ടോ അവിടെ വീണത് കണ്ട് അവനെയും പൊക്കിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ലൈവ് വീഡിയോ അവിടെ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം ആൾട്ടോ ലൈവ് വീഡിയോ ഓൺ ചെയ്ത് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ 5 ദിവസം കൊണ്ട് 3 മില്യൺ വ്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇത് ഒരു റെക്കോർഡാണ് എന്ന് ലൈവിൽ പറയുകയാണ്. എന്നിട്ട് അവൻ, ഇത് എൻ്റെ ഫ്രണ്ട് ക്രിസ്റ്റി, ഞാനും ഇവനുമാണ് ആ ബംഗ്ലാവിലേക്ക് പോയത്, അവൻ്റെ അഭിപ്രായം എന്താണെന്ന് അവൻ പറഞ്ഞു തരും, ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ലൈവിൽ വരാം, അപ്പോൾ ക്രിസ്റ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ലൈവ് കട്ട് ചെയ്ത് നേരെ ക്രിസ്റ്റിയുടെ അടുത്ത് ചെന്ന്, എടാ ഇതിനെക്കുറിച്ച് സംസാരിക്ക് എന്ന് പറയുമ്പോൾ, ഇല്ലടാ എനിക്ക് കള്ളം പറയാൻ പറ്റില്ല എന്ന് ക്രിസ്റ്റി പറയുകയാണ്. എന്നാൽ ആൾട്ടോ ക്രിസ്റ്റിയെ ഓരോന്നും പറഞ്ഞ് മൈൻഡ് മാറ്റിയെടുത്ത് ലൈവിൽ കള്ളം പറയാൻ സമ്മതിക്കുകയാണ്. അങ്ങനെ വീണ്ടും ലൈവ് ഓൺ ആക്കുകയും ക്രിസ്റ്റി ആൾട്ടോ പറഞ്ഞതുപോലെ, അതെ നമ്മൾ അവിടെ വെച്ച് ആ കൊടൂര പ്രേതത്തെ കണ്ടു എന്നൊക്കെ കള്ളം പറഞ്ഞ് തള്ളിവിടുകയാണ്. അതിനുശേഷം ആൾട്ടോ സബ്സ്ക്രൈബേഴ്സിനോട്, നിങ്ങൾ 5 ലക്ഷം ലൈക്ക് ഈ വീഡിയോയ്ക്ക് തരുകയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ആ വീട്ടിൽ പോയി അവിടെയുള്ള ദുരൂഹതകൾ എന്താണെന്ന് പരിശോധിച്ച് വീഡിയോ എടുത്ത് കാണിച്ചു തരും എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ രണ്ടുപേരും വീഡിയോ കോളിൽ സംസാരിക്കാൻ തുടങ്ങി. ആൾട്ടോ ക്രിസ്റ്റിയോട്, എടാ ആ വീഡിയോയ്ക്ക് 5 ലക്ഷം ലൈക്ക് വന്നു, അതും 10 മണിക്കൂർ മുൻപേ വന്നു എന്ന് പറയുകയാണ്. എന്നാൽ നീ റെഡിയായിക്കോ, നമുക്ക് വീണ്ടും ആ ബംഗ്ലാവിലേക്ക് പോയേ ആവണം എന്ന് പറയുകയാണ്. അത് കേട്ട് ക്രിസ്റ്റി, ഇല്ലടാ എനിക്ക് വീണ്ടും അവിടെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. എന്നാൽ ആൾട്ടോ വിടുന്ന ലക്ഷണമില്ല. എടാ നമുക്ക് ഇപ്പോഴാണ് പറ്റിയ സമയം, ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്, ഇനി ആ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോടികൾ സമ്പാദിക്കാം എന്നൊക്കെ കൺവിൻസ് ചെയ്തു മാറ്റുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ പ്രേത വീട്ടിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അന്നേരം ആൾട്ടയോട്, എടാ നമുക്ക് ഫോണിൽ വീഡിയോ എടുക്കുന്നത് വേണ്ട, ക്യാമറ ഉപയോഗിച്ച് തന്നെ വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞ് ക്യാമറയുമായി പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും അവിടെ എത്തി ക്യാമറ ഒക്കെ ഓൺ ചെയ്തു. അവിടെ ശരിക്കും എന്താ ഉള്ളത് എന്ന് പോലും അറിയാതെ അവർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതും അർദ്ധരാത്രി 2 മണി. അങ്ങനെ രണ്ടുപേരും ആ ബംഗ്ലാവിൻ്റെ മുൻപിലെത്തി ഇൻട്രോ വീഡിയോ ഒക്കെ ആദ്യം ആൾട്ടോ ഷൂട്ട് ചെയ്ത് ആദ്യം അവർ അകത്ത് കടന്നതുപോലെ ആ മതിൽ ചാടി അകത്തേക്ക് കടക്കുകയാണ്. ആദ്യം ആൾട്ടോ കടന്നതിന് ശേഷം രണ്ടാമതായി ക്രിസ്റ്റി മതിൽ വലിഞ്ഞു കടക്കാൻ നോക്കുമ്പോൾ അവൻ്റെ മൊബൈൽ ഫോൺ താഴെ വീണ് ഉടഞ്ഞു പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും ആ ബംഗ്ലാവിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ആൾട്ടോ മുന്നിലൂടെയാണ് നടക്കുന്നത്, പുറകിലൂടെ ക്രിസ്റ്റി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നടന്ന് ഒടുവിൽ ആ ബംഗ്ലാവിൻ്റെ അടുത്ത് വരെ എത്തി. എന്നാൽ എങ്ങനെ അകത്ത് കടക്കും എന്ന് മാത്രം അറിയുന്നില്ല. അങ്ങനെ ഒടുവിൽ ഒരു ഇളകിക്കിടക്കുന്ന ജനാല കാണുകയും അത് തുറന്ന് രണ്ടുപേരും അതിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. അതൊരു ഹാൾ ആയിരുന്നു. അകത്ത് കയറിയ ആൾട്ടോ ക്യാമറ പിടിച്ച്, ഹലോ ഗൈസ്, ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, കാരണം ഇനി നടക്കാൻ പോകുന്നത് ഭയങ്കരമായ സംഭവമായിരിക്കും, ഇനി എന്താ നടക്കുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല, പ്രേതം എവിടെ നിന്ന് എപ്പോൾ വരും എന്ന് പോലും അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആൾട്ടോ അകത്തേക്ക് കയറി ആ പടിക്കെട്ടിലൂടെ നടക്കാൻ തുടങ്ങി. അന്നേരം ക്രിസ്റ്റി, എടാ ദേ ഇവിടെ ഒരു റൂം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും ആ റൂമിലേക്ക് കടക്കാൻ തുടങ്ങി. അതും ഒരു വലിയ ഹാൾ ആയിരുന്നു. അത് കണ്ട് ക്യാമറയിലൂടെ, ഹേ ഗൈസ്, ഈ വീട് കണ്ടിട്ട് ഇതൊരു റിച്ച് ഫാമിലിയുടെ ബംഗ്ലാവ് ആണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം ക്രിസ്റ്റി അവിടെയുള്ള ഒരു ഫോട്ടോ കാണുകയാണ്. അതൊരു ക്യാപ്റ്റനാണ്, അതായത് ഷിപ്പിലെ ക്യാപ്റ്റൻ. അങ്ങനെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ അത് അത്രയും വൃത്തിയോടെയും മോഡേൺ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അന്നേരം ആൾട്ടയുടെ ടോർച്ച് നിലത്ത് കിടക്കുന്നത് കണ്ടിട്ട്, എടാ നിന്റെ ടോർച്ച് എന്ന് പറഞ്ഞ് ക്രിസ്റ്റി നോക്കിയെങ്കിലും ആൾട്ടയെ കാണാനില്ല. അങ്ങനെ ക്രിസ്റ്റി ആ ടോർച്ച് എടുത്ത് അവിടെയുള്ള ഒരു റൂമിലേക്ക് പോവുകയാണ്. അവിടെ നടുവിലായി ഒരു ചെയർ മാത്രം വെച്ചതായി കാണാം. ക്രിസ്റ്റി അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ആ ചെയർ തനിയെ ഞരങ്ങി നീങ്ങി പോവുകയാണ്. അത് കണ്ടതോടെ ക്രിസ്റ്റി ഭയപ്പെടാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു മൂലക്കിരുന്ന് ആൾട്ടോ ചിരിക്കാൻ തുടങ്ങി. അത് ശരി, നീ എന്നെ പേടിപ്പിച്ചതാണല്ലേ എന്ന്
ക്രിസ്റ്റി ചോദിക്കുമ്പോൾ ഏയ് അല്ലടാ, ഇതേപോലെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ഇത് കണ്ട് ഞെട്ടും, നമുക്ക് ഒന്നുകൂടി ഇത് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു നൂല് ആ ചെയറിൽ കെട്ടിവെച്ച് എടാ നീ ഒന്നുകൂടി വന്നതുപോലെ പുറത്തു നിന്ന് അകത്തേക്ക് വാ എന്ന് പറയുകയാണ്. അങ്ങനെ ക്രിസ്റ്റി പുറത്തേക്ക് പോവുകയും ആൾട്ടോ ആണെങ്കിൽ കയ്യിൽ നൂലും പിടിച്ച് ഒരു മൂലക്ക് കുത്തിയിരുന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ക്രിസ്റ്റി പുറത്തു നിന്ന് പതുക്കെ അകത്ത് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ആ ചെയർ പറന്ന് ഒരു വശത്തേക്ക് വീഴുകയാണ്. അത് കണ്ട് ക്രിസ്റ്റി മാത്രമല്ല ആൾട്ടോയും ഞെട്ടുകയാണ്. അന്നേരം ആൾട്ടയോട് ക്രിസ്റ്റി എടാ നീ എന്തിനാ ഞെട്ടുന്നത്, നീ തന്നെയല്ലേ അത് വലിച്ചെറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ എടാ ബഗിട, ഞാൻ എങ്ങനെയാ പുറകോട്ട് അതിനെ വലിച്ചെറിയുന്നേ, ഞാനല്ലടാ അത് ചെയ്തത് എന്ന് പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ മറ്റൊരു വശത്ത് കൂടി ആരോ ചെയർ വലിച്ചോണ്ട് പോകുന്ന പോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അത് കേട്ട് രണ്ടുപേരും സൈലന്റായി ആ ശബ്ദം എങ്ങോട്ടാ പോകുന്നേ എന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഫോളോ ചെയ്തു പോയി നോക്കുമ്പോൾ അവിടെയുള്ള ഒരു റൂം ക്ലോസ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ അതിൻ്റെ അടുത്തുള്ള മറ്റൊരു റൂമിൻ്റെ ഡോർ ഓപ്പൺ ആയത് കാണുകയും അതിലൂടെ അകത്ത് കടക്കുകയും ചെയ്യുന്നു. അതൊരു ബാത്റൂം ആയിരുന്നു. ടോയ്ലറ്റിൽ ആരോ ഫ്ലഷ് ഓൺ ചെയ്തു വച്ചിരിക്കുകയാണ്. ഇതാരാണെന്ന് അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തു നിന്നൊരു വലിയ ഒച്ച. എന്താണെന്ന് പുറത്തു പോയി നോക്കുമ്പോൾ നോക്കിയാൽ നേരത്തെ കണ്ട ആ ക്യാപ്റ്റൻ്റെ ഫോട്ടോ നിലത്ത് വീണത് കാണുകയാണ്. അതോടെ രണ്ടാളുടെ ഉള്ളിൽ ഭയം കൂടി വരാൻ തുടങ്ങി. അന്നേരം എന്തോ ഒരു കുന്ത്രാണ്ടം മുകളിൽ നിന്ന് താഴെ വീഴുകയാണ്. അത് മേലെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഡിസൈനർ ലൈറ്റ് ആയിരുന്നു. എല്ലാം കണ്ട് ക്രിസ്റ്റി ആകെ ഭയന്ന് ആൾട്ടയോട് എടാ മതിയടാ, ഇനി നമുക്ക് ഇവിടുന്ന് പോകാം, ഇവിടെ നിന്നാൽ നമ്മുടെ ജീവൻ തന്നെ പോകും എന്ന് പറയുകയാണ്. എന്നാൽ ആൾട്ടോ ആണെങ്കിൽ എടാ നീ പേടിച്ചു പോയോ, എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ വേറെ ആരോ പറ്റിക്കാൻ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അന്നേരം ക്രിസ്റ്റി ഓഹോ അങ്ങനെയാണെങ്കിൽ ആ ചെയർ എങ്ങനെ ഓട്ടോമാറ്റിക്കായി പറന്നു പോയത് എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും പറയുന്നത്, ഇവിടെ ആരൊക്കെയോ നമ്മളെ ഭയപ്പെടുത്താൻ എന്തൊക്കെയോ വച്ചിട്ടുണ്ട്, നമ്മൾ ആദ്യം വീടിൻ്റെ അകത്ത് കയറി ഓരോ റൂം നിരീക്ഷിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആൾട്ടോ ക്രിസ്റ്റിയെ സമാധാനപ്പെടുത്തുകയാണ്. എന്നിട്ട് വീണ്ടും അവർ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. ഹേയ് ഗൈസ്, ഇതുവരെ നമ്മൾ കണ്ടത് പ്രേതത്തിൻ്റെ പാരാനോർമൽ ആക്ടിവിറ്റീസ് ആണ്, ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആൾട്ടോ അകത്തേക്ക് പോവുകയാണ്. ഇവർ ഇപ്പോൾ ഉള്ളത് ആദ്യം കയറി ചെന്ന ആ വലിയ ഹാളിലാണ്. അവിടെ ഒരു വലിയ പിയാനോ കാണാം. അതിനെ ആൾട്ടോ പ്ലേ ചെയ്യാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ക്രിസ്റ്റി ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ചുമരിൽ ഒരു ഫോട്ടോ കാണുകയാണ്. അതിൽ ഒരു ചെറിയ പയ്യനും ഒരു അമ്മയും ഉണ്ട്. ആ ഫോട്ടോ ഒക്കെ നോക്കി രണ്ടുപേരും സ്റ്റെപ്പ് കയറി നേരെ മേലെ പോകാൻ തുടങ്ങി. മുകളിലെത്തി അവിടെ ചുറ്റിക്കറങ്ങി നോക്കുമ്പോൾ അവിടെ ചുമരിൽ ഒരു ആട്ടിൻ്റെ തലയൊട്ടി വെച്ചത് കാണുകയാണ്. ക്രിസ്റ്റിയാണ് ഇപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ആ തലയോട്ടിയുടെ താഴെ ഒരു ചെറിയ അലമാര പോലെ ഒന്നുണ്ട്. അതൊക്കെ ആൾട്ടോ തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സൈക്കിൾ കാണുകയാണ്. അതിനെയും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയാണ്. അവിടുന്ന് കുറച്ച് മാറി നിന്ന് നോക്കിയാൽ ഒരു ഡോർ ഓപ്പൺ ആയത് കാണുകയാണ്. അവിടെ എന്തായിരിക്കും ഉള്ളത് എന്ന കൗതുകത്തിൽ രണ്ടുപേരും അകത്തേക്ക് കടക്കാൻ തുടങ്ങി. അവിടെ ഓരോ വശത്തായും ഓരോ റൂമുകൾ കാണുകയാണ്. അങ്ങനെ നടന്ന് അവസാനത്തെ റൂമിൻ്റെ അടുത്ത് വരെ എത്തിയപ്പോൾ അതിൻ്റെ ഡോർ ഓപ്പൺ ആയിട്ടാണുള്ളത്. അങ്ങനെ അതിൻ്റെ അകത്ത് കടന്നപ്പോൾ അതൊരു ബെഡ്റൂമാണ്. അവിടെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉടഞ്ഞു കിടക്കുന്നതും കാണാം. അതൊരു ചെറിയ വീണയാണ്. അവിടെ ഒരു ചെയറും കാണാം. അതൊക്കെ നോക്കി നോക്കി നടക്കാൻ തുടങ്ങി. അന്നേരം അവിടെയുള്ള ഒരു ചെയർ, ആ ചെയറിൻ്റെ അടുത്ത് രക്തക്കറയൊക്കെ കാണുകയാണ്. അതൊക്കെ നോക്കി ഭയത്തോടെ പോകവേ അവിടെ ഒരു ബാത്റൂം പോലെ കാണുകയാണ്. ചെറുതല്ല, ഒരു വലിയ ബാത്റൂം. അന്നേരം ആൾട്ടോ ഹേയ് ഗൈസ്, ഞാൻ ഇത്രയും വലിയ ഒരു ബാത്റൂം ആദ്യമായാണ് കാണുന്നത്, ഇത്രയും മനോഹരമായ ഒരു ബാത്റൂം ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെ ബാത്ത് ഡബയിൽ ഇരുന്നു കൊണ്ട് വീഡിയോ നോക്കി പറയുകയാണ്. ഇതെൻ്റെ വീടായിരുന്നെങ്കിൽ ഞാൻ ഈ ബാത്റൂമിൽ TV വെച്ചേനെ, ഒരു ബെഡ് വെച്ചേനെ എന്നൊക്കെ പറയുകയാണ്. അഥവാ ഇവിടെ പ്രേതം ഉണ്ടെങ്കിൽ ആ പ്രേതത്തിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ പ്രേതത്തെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ അടിച്ചു പൊളിച്ച് ജീവിക്കും എന്നൊക്കെ തമാശ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താണ് ശബ്ദം എന്ന് കൗതുകത്തോടെ ആ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ അത് ഒരു ഡോർ കാറ്റത്ത് അടയുന്ന ശബ്ദമായിരുന്നു. അത് കണ്ട് രണ്ടുപേരും ആ ഡോറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത് വെറും ഒരു സ്റ്റോർ റൂം ആയിരുന്നു. അന്നേരം ആൾട്ടോ എടാ എനിക്കത് ഫീൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താ എന്ന് ക്രിസ്റ്റിയൻ ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് എന്തോ തണുപ്പ് ഫീലാകുന്നു എന്ന് പറയുകയാണ്. അത് കേട്ട് ക്രിസ്റ്റിയും ആ റൂം ചുറ്റിത്തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. അന്നേരം ആൾട്ടോ ആരത്, ആരാണെങ്കിലും മുൻപിലേക്ക് വാ എന്ന് പറയുകയാണ്. അന്നേരം നോക്കിയാൽ ദേ ആ ചെറിയ സൈക്കിൾ തനിയെ ഉരുണ്ടുവരുന്നു. അത് കണ്ട് രണ്ടുപേരും കോരിത്തരിച്ച് നിൽക്കുമ്പോൾ ആ സൈക്കിൾ നേരെ അവരുടെ മുൻപിൽ വന്ന് നിന്ന് ശേഷം അവിടുന്ന് സ്റ്റോർ റൂം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് പോവുകയാണ്.
പോവുകയാണ്. അന്നേരം പെട്ടെന്ന് ആ ഡോർ ഓപ്പണായി ആ സൈക്കിളിന്റെ മേൽ ഒരുപാട് തിങ്സ് ആരോ വലിച്ചെറിയുന്ന പോലെ വന്നു വീഴുകയാണ്. അത് കണ്ടതോടെ രണ്ടുപേരും അലറിയടിച്ച് ആ റൂം വിട്ട് പുറത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. ക്രിസ്റ്റിയാണ് മുന്നിലൂടെ ഓടിപ്പോകുന്നത്. എന്നാൽ പുറകിൽ ഉണ്ടായിരുന്ന ആൾട്ടയെ കാണാനില്ല. അതിനാൽ ക്രിസ്റ്റി തിരിഞ്ഞ് വീണ്ടും അതേ സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ദേ ആൾട്ട മുകളിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. എന്നിട്ട് എന്തിനാണ് നീ വീഡിയോ എടുക്കുന്നതിന് പകരം റൂം വിട്ട് ഓടിപ്പോയത് എന്ന് ക്രിസ്റ്റിയോട് ചോദിക്കുകയാണ്. അന്നേരം ക്രിസ്റ്റി വേണ്ടടാ ഇത്രയും മതി, ഇനി നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ്. എന്നാൽ ആൾട്ടോ അത് സമ്മതിക്കാതെ എടാ അതിന് സമയമായിട്ടില്ല, നമ്മൾ ഇവിടെ കണ്ട കാര്യത്തിനൊക്കെ എന്താണ് സീക്രട്ട് എന്ന് കണ്ടുപിടിച്ചേ ആവണം, അത് വീഡിയോ എടുത്തേ ആവണം, എന്നിട്ട് പോസ്റ്റ് ചെയ്യാം എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും വീണ്ടും ക്യാമറ ഓൺ ചെയ്ത് റെക്കോർഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അന്നേരം ആരോ രണ്ടുപേര് സംസാരിക്കുന്ന പോലെ ആൾട്ടോക്ക് മാത്രം കേൾക്കാൻ തുടങ്ങി. എന്നാൽ അത് ക്രിസ്റ്റിക്ക് കേട്ടില്ല. ആൾട്ടോ ക്രിസ്റ്റിയുടെ കയ്യിൽ നിന്നും ക്യാമറ വാങ്ങി അവൻ കാണുന്നതൊക്കെ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ചുമരിൽ ഒരു ഫോട്ടോയിൽ ഒരു അമ്മയും മകനെയും കണ്ടിരുന്നില്ലേ, ആ രണ്ടുപേരാണ് അകത്ത് എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് പരസ്പരം തർക്കിച്ച് കുണുകുണുവെന്ന് സംസാരിക്കുന്നത്. അന്നേരം ആ പയ്യൻ അമ്മ ഇതേ പുറത്ത് നമ്മളെ ആരോ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുകയും അത് കേട്ട് അമ്മ തിരിഞ്ഞു നോക്കിയാൽ അമ്മയുടെ രണ്ട് കണ്ണും കറുത്തിരിക്കുന്നത് കാണാം. അത് കണ്ട് ആൾട്ടോ പേടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം ക്രിസ്റ്റി എന്താടാ നീ അകത്ത് കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അന്നേരം ആൾട്ടോ എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. തുടക്കത്തിൽ ഇവർ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ബോൾ ഇതിനകത്തേക്ക് വന്നതുകൊണ്ടല്ലേ ഇവർ രണ്ടുപേരും മതിലും ചാടി ഇവിടെ വന്നത്. ആ ബോൾ ഇപ്പോൾ അവിടെ തുള്ളി വരാൻ തുടങ്ങി. എന്നാൽ ആ പന്ത് ആരാ ഉരുട്ടിവിട്ടത് എന്ന് അറിയാതെ പേടിച്ച് ക്രിസ്റ്റിയെ നോക്കുമ്പോൾ ദേ ഒരു വലിയ ആട്ടിന്റെ മുഖമുള്ള കൊടൂര ഡീമൻ ക്രിസ്റ്റിയുടെ മുഖത്ത് പിടിച്ച പോലെ നിൽക്കുന്നു. എന്നാൽ അത് ക്രിസ്റ്റിക്ക് മനസ്സിലായില്ല, ആൾട്ടോക്ക് മാത്രമാണ് കാണുന്നത്. ആ കാഴ്ച കണ്ട് ആൾട്ടോ അവിടുന്ന് പേടിച്ച് അലറിയടിച്ച് ഓടാൻ തുടങ്ങി. അത് കണ്ട് പുറകിലൂടെ ക്രിസ്റ്റിയും പേടിച്ച് ഓടാൻ തുടങ്ങി. അതിനിടയിൽ ആൾട്ടോ എടാ മതിയടാ ഇവിടെ നിൽക്കുന്നത് വേണ്ട, നമുക്ക് പോകാം എന്ന് പറയുകയാണ്. അന്നേരം നേരത്തെ ആ ഹാളിൽ കണ്ട പിയാനോ തനിയെ പ്ലേ ചെയ്യാൻ തുടങ്ങി. ക്യാമറ മെല്ലെ ആ പിയാനോ ഉള്ള സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ നോക്കിയാൽ അത് നേരത്തെ ചുമരിൽ ഒരു ഫോട്ടോയിൽ കണ്ട ആ ഷിപ്പിന്റെ ക്യാപ്റ്റനാണ് ആ പിയാനോ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് ക്യാപ്റ്റന്റെ പ്രേതം. രണ്ടുപേരും പേടിച്ച് വിറച്ചുകൊണ്ട് ക്യാപ്റ്റനെ നോക്കുമ്പോൾ പെട്ടെന്ന് ക്യാപ്റ്റൻ പിയാനോ വായിക്കുന്നത് നിർത്തി എന്തോ കലിപ്പ് കയറിയവനെ പോലെ അവിടെയുള്ള ചെയർ വലിച്ചെറിഞ്ഞ് നേരെ രണ്ടുപേരുടെയും മുന്നിലേക്ക് വരാൻ തുടങ്ങി. എന്നാൽ ക്യാമറ മാറ്റിയതിനു ശേഷം നേരിട്ട് നോക്കുമ്പോൾ ആ ഭാഗത്ത് ആരും തന്നെയില്ല. അന്നേരം രണ്ടുപേരും അലറുന്ന ശബ്ദം കേട്ട് ആ റൂമിലേക്ക് ആരോ വരാൻ തുടങ്ങി. നല്ല നീളവും വീതിയും ഉള്ള മനുഷ്യൻ. അയാളെ കണ്ടതും രണ്ടുപേരും അവിടുന്ന് ഓടി ഒരു പടിക്കെട്ടിന്റെ സൈഡിൽ ഒളിച്ചു നിൽക്കുകയാണ്. നോക്കിയാൽ ആ വ്യക്തി അകത്തേക്ക് പോയി ആരുടെയോ ശരീരം എടുത്ത് തറന്ന് വലിച്ചു കൊണ്ടുപോവുകയാണ്. നേരെ കൊണ്ടുപോയി അവിടെ ഒരു റൂം ക്ലോസ്ഡ് ആണല്ലോ, ആ റൂമിന്റെ കീ അവന്റെ കയ്യിലാണുള്ളത്. അത് ഓപ്പൺ ചെയ്ത് ആ ശരീരവും വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതൊക്കെ കണ്ട് രണ്ടുപേരും പേടിച്ച് വിറച്ചുകൊണ്ടിരുന്ന് ആരാടാ അത് എന്ന് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ എന്തായാലും അത് പ്രേതമല്ല, ഒരു മനുഷ്യൻ തന്നെയാണ്, സൈക്കോ ആയിരിക്കും എന്ന് ആൾട്ടോ പറഞ്ഞുകൊണ്ടിരിക്കെ നോക്കിയാൽ അവരുടെ പുറകെ ഒരു ലേഡി, ഒരല്പം വയസ്സായ ഒരു ലേഡി, ഈ വീട്ടിലെ സർവന്റ് ആണെന്ന് തോന്നുന്നു. രണ്ടുപേരെയും കണ്ടതോടെ ആ ലേഡി ചോദിക്കുന്നു നിങ്ങൾ ആരാ, ഇവിടെ എന്താ ചെയ്യുന്നേ? അത് കേട്ട ആൾട്ടോ സോറി മാഡം, ഞങ്ങൾ അറിയാതെ ഇവിടെ കയറിപ്പോയതാ, ഞങ്ങൾ ആരെയും ശല്യം ചെയ്യാൻ വന്നതല്ല, ഞങ്ങൾ കുറുവാ സംഘത്തിൽപ്പെട്ടവരല്ല, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറയുകയാണ്. പെട്ടെന്ന് ആ റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും തന്നെയില്ല. വീണ്ടും തിരിച്ച് ആ സർവന്റ് ലേഡിയെ നോക്കുമ്പോൾ ആ ലേഡിയെയും കാണാനില്ല. അതോടെ ആകെ ഭയന്ന് രണ്ടുപേരും ഇതൊരു പ്രേത ബംഗ്ലാവ് തന്നെയാണ്, ഇനി ഇവിടെ നിൽക്കുന്നത് വേണ്ട, നമുക്ക് പോകാം എന്ന് തീരുമാനിച്ച് പേടിച്ച് വിറച്ച് അവിടുന്ന് പോകാൻ തുടങ്ങി. എന്നാൽ ഇവർ അകത്ത് കയറിയ ആ ഡോർ അത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അത് ലോക്ക്ഡ് ആണ്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഇവർ ഇതുവരെ ഓപ്പൺ ചെയ്ത എല്ലാ ഡോറും ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. എന്താ ചെയ്യുക എന്ന് അറിയാതെ നിന്ന് ആൾട്ടോ എടാ എന്താടാ നമ്മൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ എടാ കാട്ടുബകടാ, എല്ലാം നീ കാരണമാണ് സംഭവിച്ചത്, ഞാൻ അപ്പോഴേ പോവാം എന്ന് പറഞ്ഞതല്ലേ, നീയല്ലേ ഇത്ര നേരം പിടിച്ചു നിർത്തിയത്, എല്ലാം നീ കാരണമാണ് സംഭവിച്ചത് എന്നൊക്കെ ക്രിസ്റ്റി കലിപ്പിൽ പറയുകയും അങ്ങനെ രണ്ടുപേരും ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഫോൺ എടുത്ത് നേരെ പോലീസിൽ കൺട്രോൾ റൂമിൽ കോൾ ചെയ്ത് സർ ഞങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ കുടുങ്ങി നിൽക്കുകയാ, അതേപോലെ ഞങ്ങൾ ഇവിടെ ഒരു കൊലപാതകം നേരിട്ട് കണ്ടു, അതിനാൽ ഞങ്ങളെ രക്ഷിക്കണേ സർ എന്ന് പറയുകയാണ്. അത് കേട്ട പോലീസ് ശരി നിങ്ങൾ ഇപ്പോഴുള്ള വീടിന്റെ അഡ്രസ്സ് പറ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കോൾ കട്ടാവുകയാണ്. അതേപോലെ അവിടേക്ക് ആരോ വരുന്നതായി ശബ്ദം കേൾക്കാനും തുടങ്ങി. അത് കേട്ട് രണ്ടുപേരും മുകളിലേക്ക് ഓടിപ്പോയി ഏതെങ്കിലും ഒരു ഡോർ ഓപ്പൺ ചെയ്ത് പോകാം എന്ന് നോക്കിയാൽ അവിടെ ഒരു ഡോർ പോലും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാൽ രണ്ടുപേരും അവിടെ ഒരു വശത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ്. ആരാ വരുന്നത് എന്ന് നോക്കിയാൽ ആ നേരത്തെ ഡെഡ് ബോഡി എടുത്തോണ്ട് പോയ ആ കൊലയാളി തന്നെയാണ്. ആളൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു.
തോന്നുന്നു. ഒരു മൺവെട്ടിയും എടുത്താണ് വരുന്നത്. വന്ന് നേരെ ആ റൂമിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോഴാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കീ ഇവർ കാണുന്നത്. ഡോർ തുറന്ന് അയാൾ അകത്തേക്ക് പോകുമ്പോൾ കീ അവിടെ തന്നെ വെച്ചിട്ടാണ് പോയത്. ഉടനെ രണ്ടുപേരും പോയി ആ കീ എടുക്കാൻ നോക്കുമ്പോൾ അത് അവിടെ സ്റ്റക്കായതുപോലെ അത് എടുക്കാനേ പറ്റുന്നില്ല. എടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അകത്തുള്ള സൈക്കോ വരാൻ തുടങ്ങി. അത് മനസ്സിലാക്കി രണ്ടുപേരും തിരിച്ചു ഓടിപ്പോയി ഒളിച്ചു നിൽക്കുകയാണ്. ആ സൈക്കോ തോക്കുമായി വന്ന് ചുറ്റില് നോക്കി ആരുമില്ല എന്ന് മനസ്സിലാക്കി തോക്ക് അവിടെ വെച്ച് ഇപ്പോൾ നല്ല തണുപ്പ് ആയതിനാൽ തീയിട്ട് അവിടെ ഇരുന്ന് കുളിര് കായുകയാണ്. അതൊക്കെ കണ്ട ആൾട്ടോ ക്രിസ്റ്റിയോട് എടാ ഇവിടുന്ന് പോകാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ക്രിസ്റ്റിയെ കൂട്ടി നേരെ മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ മുകളിൽ എത്തി അവിടെയുള്ള വിൻഡോ ഉടച്ചു കഴിഞ്ഞ് അവിടെ അടുത്ത് ഒരു അലമാര പോലെ കണ്ടിരുന്നില്ലേ, അതിൽ കയറി ഒളിച്ചു നിൽക്കുകയാണ്. അന്നേരം ആൾട്ടോ വിചാരിച്ചതുപോലെ ആ സൈക്കോ നേരെ മുകളിൽ വന്ന് നോക്കുമ്പോൾ ആരോ ജനാല തകർത്ത് രക്ഷപ്പെട്ടു പോയി എന്ന് കരുതി സൈക്കോ നേരെ താഴെ പോവാൻ തുടങ്ങി. അന്നേരം രണ്ടുപേരും അറിയാണ്ട് എന്തോ ശബ്ദം ഉണ്ടാക്കുകയും ആ ശബ്ദം കേട്ട് സൈക്കോ വീണ്ടും അവരുടെ നേർക്ക് പോകാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് ആ സെർവന്റ് ലേഡി വന്ന് സൈക്കോയോട് എടാ നീ എന്താ ചെയ്തത് എന്നറിയാമോ, നീ എൻ്റെ ബ്രദറിനെ കൊന്നു, എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എങ്ങനെ അറിയാനാ, ഞാൻ ഒരാളെ കൊല്ലുമ്പോൾ അവരുടെ മുഖം ഒന്നും നോക്കാറില്ല എന്ന് സൈക്കോ പറയുകയാണ്. അത് കേട്ട് ആ ലേഡി കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. എന്തിനാ നീ കരയുന്നേ, എനിക്ക് യജമാനൻ പറയുന്നത് മാത്രമേ അനുസരിക്കാൻ പറ്റൂ എന്ന് സൈക്കോ പറയുകയാണ്. അത് കേട്ട് ആ ലേഡി ദേഷ്യത്തിൽ എടാ ഒരു നാൾ നീയും മരിക്കും, അന്ന് നിന്റെ ആത്മാവായിരിക്കും ഇതിൻ്റെ ഒക്കെ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ്. അത് കേട്ട സൈക്കോ ദേഷ്യത്തിൽ നീ എന്താ പറഞ്ഞേ, അതൊന്നും സംഭവിക്കില്ല, എന്നെ കൊല്ലാൻ ഒരാൾക്കും പറ്റില്ല, എനിക്കെതിരെ സംസാരിച്ചാൽ ഉണ്ടല്ലോ നിന്റെ ബ്രദറിനെ കൊന്നതുപോലെ നിന്നെയും ഞാൻ ബേസ്മെന്റിലിട്ട് തീയിട്ട് കത്തിച്ചു കളയും എന്ന് പറഞ്ഞ് ആ ലേഡിയെ താഴെ തള്ളിയിടുകയാണ്. ആ പോരാട്ടത്തിനിടയിൽ സൈക്കോയെ കത്തിവെച്ച് കുത്തി കൊല്ലുകയും എന്നിട്ട് ആ ലേഡി അവിടുന്ന് ഓടിപ്പോവുകയും ചെയ്തു. അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന രണ്ടുപേർ വാടാ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകാൻ തുടങ്ങി. എന്നിട്ട് ആൾട്ടോ അവർ കൊണ്ടുവന്ന ബാഗിലെ കയറെടുത്ത് പൊട്ടിയ ജനാല വഴി കയർ കെട്ടി താഴെ ഇറങ്ങാൻ ട്രൈ ചെയ്യുകയാണ്. മഴയായതിനാൽ ഓടിൽ ചവിട്ടി ഇറങ്ങുമ്പോൾ സ്ലിപ്പ് ആവാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ആൾട്ടോ ഇറങ്ങുകയും രണ്ടാമതായി ക്രിസ്റ്റി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി വീണ്ടും അവർ കയർ കെട്ടി ഇറങ്ങാനായി ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ആൾട്ടോ താഴെ ഇറങ്ങി നിൽക്കുമ്പോൾ ആ മരിച്ചു കിടന്ന സൈക്കോ ഇപ്പോൾ ദേ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നു. അത് കണ്ട് ക്രിസ്റ്റി എടാ ദേ പുറകെ നോക്ക് എന്ന് പറയുമ്പോൾ ആ സൈക്കോ ഒരൽപ്പം ദൂരെയാണ് നിന്നിട്ടുള്ളത്. പെട്ടെന്ന് അയാൾ കൈ നീട്ടിയതും ക്രിസ്റ്റി പറന്ന് നേരെ അകത്തേക്ക് പോവുകയാണ്. ക്യാമറയും അവൻ്റെ കൂടെ പറന്ന് അകത്തേക്ക് പോവുകയാണ്. പുറകെ ആൾട്ടോ ക്രിസ്റ്റിയെ രക്ഷിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അവന് എന്തോ ഒരു ശക്തി പെട്ടെന്ന് വീടിനകത്തേക്ക് വലിച്ചോണ്ട് പോവുകയാണ്. ആൾട്ടോയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നില്ല. വിൻഡോ തകർത്ത് നേരെ അകത്തേക്ക് കയറി അവിടെ വീണ് കിടക്കുന്ന ക്യാമറ എടുത്ത് പിടിക്കുകയാണ്. സൈക്കോ ആണെങ്കിൽ ക്രിസ്റ്റിയെ തൂക്കിയെടുത്ത് നേരത്തെ സൈക്കോ ഒരു ബോഡി ഒരു റൂമിലേക്ക് കൊണ്ടുപോയിരുന്നില്ലേ, അതായത് ആ സർവന്റ് ലേഡിയുടെ ബ്രദറിന്റെ ബോഡി, അതേ റൂമിലേക്ക് ക്രിസ്റ്റിയെയും കൊണ്ടുപോവുകയാണ്. ആൾട്ടോ അതിന്റെ ഡോർ തട്ടി തട്ടി വിളിച്ചെങ്കിലും ഡോർ തുറന്നില്ല. എടാ ക്രിസ്റ്റി നീ പേടിക്കണ്ട, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആൾട്ടോ ഇപ്പോൾ വന്ന അതേ വഴിയിലൂടെ തിരിച്ചു ഓടിപ്പോകാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഓടിപ്പോയി ആൾക്കാരെ വിളിച്ചു വരുത്തി ക്രിസ്റ്റിയെ രക്ഷിക്കാം എന്ന് പ്ലാൻ ചെയ്താണ് പോകുന്നത്. അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ദേ ഒരു വശത്ത് ആ സർവന്റ് ലേഡി തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നു. സൈക്കോ കൊന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വശത്ത് കൂടി നീങ്ങി പോകാൻ നോക്കുമ്പോൾ നേരത്തെ ഒരു ഡീമനെ കണ്ടിരുന്നില്ലേ, അതേപോലെ 3 ഡീമൻ വന്നു നിൽക്കുന്നു. അത് കണ്ട് ഭയന്ന് ആൾട്ടോ വീണ്ടും തിരിച്ച് ആ വീടിന്റെ അകത്ത് പോയി ഒളിച്ചു നിൽക്കുകയാണ്. അല്പം കഴിഞ്ഞ് ഓരോ വശത്തേക്കും പോയി നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഡോറും ക്ലോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ആകെ വെപ്രാളപ്പെട്ട് ഓരോ വശത്തേക്കും ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് വീണ വായിക്കുന്ന പോലെ ഒരു വോയിസ് കേൾക്കാൻ തുടങ്ങി. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ ഒരു ഫോട്ടോയിൽ കണ്ട ആ ലേഡി ഇരുന്ന് മ്യൂസിക് വായിക്കുന്നതായി കാണുകയാണ്. ആകെ ഭയന്ന് ആൾട്ടോ അവിടെ നിന്ന് പുറത്തു പോകാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ ആ ഡോർ അടയുകയും ചെയ്തു. പ്ലീസ് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് വെപ്രാളപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കെ ആ ലേഡി കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് ഉടച്ചു കളയുകയാണ്. എന്നിട്ട് ആ ലേഡി നിന്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ അവനും എൻ്റെ പേര് ആൾട്ടോ എന്ന് പറയുകയാണ്. ശരി നീ ക്യാമറ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അല്ല വെറുതെ കയ്യിൽ വെച്ചതാ എന്ന് പറയുകയാണ്. അന്നേരം ആ ലേഡി നിനക്ക് പ്രേതങ്ങളെ വലിയ ഇഷ്ടമാണല്ലേ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നോ എന്ന് പറഞ്ഞ് ആ കയ്യിലുള്ള തോക്ക് നേരെ ആൾട്ടോയുടെ നേർക്ക് ഉന്നം പിടിച്ചു നിൽക്കുമ്പോൾ ആൾട്ടോ സോറി മാഡം എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ ലേഡി സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്ത് മരിച്ചു പോവുകയും ചെയ്തു. അന്നേരം ആ ലേഡിയുടെ മകൻ സൈക്കിളിൽ അമ്മേ എന്ന് വിളിച്ചോണ്ട് വരികയാണ്. അവനെ നോക്കി ആൾട്ടോ തിരിച്ച് ആ ലേഡിയെ നോക്കുമ്പോൾ ആ ലേഡിയെ അവിടെ കാണാനില്ല, വെറും രക്തക്കറ മാത്രമാണ് അവിടെ ഉള്ളത്. തിരിഞ്ഞ് ആ പയ്യനെ നോക്കുമ്പോൾ ഇപ്പോൾ അവനെയും കാണാനില്ല. വീണ്ടും ആ ലേഡിയുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തലമണ്ട തകർന്ന രീതിയിൽ ആ ലേഡി വന്ന് ആൾട്ടോയെ ഭയപ്പെടുത്തുകയും ആൾട്ടോ
പേടിച്ച് വിറച്ച് മൂത്രമൊഴിച്ചുകൊണ്ട് ആ സ്ഥലം വിട്ട് ഓടിപ്പോകാൻ തുടങ്ങി. ഓടിപ്പോയി നേരെ ക്രിസ്റ്റിയെ കൊണ്ടുപോയ ആ ബേസ്മെന്റിന്റെ ഒരു വശത്ത് ഒളിഞ്ഞു നിൽക്കുകയാണ്. നോക്കിയാൽ ആ ഡോറിൽ കീ അവിടെ തന്നെയുണ്ട്. സൈക്കോ ഡോർ ക്ലോസ് ചെയ്ത് താക്കോൽ എടുത്തു പോകാൻ മറന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ ആൾട്ടോ കീ വെച്ച് ഡോർ ഓപ്പൺ ചെയ്ത് ആ റൂമിന്റെ അകത്തേക്ക് പോവുകയാണ്. ആ ബേസ്മെന്റിലേക്ക് ഒരുപാട് പടിക്കെട്ട് ഇറങ്ങി വേണം പോകാൻ. ഒരു ഗുഹ പോലെയാണുള്ളത്. മെല്ലെ മെല്ലെ അകത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു ഗ്രാമഫോണിൽ നിന്നും പാട്ട് കേൾക്കാൻ തുടങ്ങി. അതേപോലെ അവിടെ ചില തലയോട്ടി ഒക്കെയുണ്ട്. അതൊക്കെ നോക്കി നിൽക്കെ പെട്ടെന്ന് അവിടെ നിന്നും ക്രിസ്റ്റിയുടെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അന്നേരം തിരിഞ്ഞു നോക്കുമ്പോൾ ദേ അവിടെ ക്രിസ്റ്റിയെ ഒരു ചങ്ങല കൊണ്ട് കെട്ടി നിർത്തിയിരിക്കുന്നു. നേരെ ക്രിസ്റ്റിയുടെ അടുത്ത് ചെന്ന് വാടാ നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറയുമ്പോൾ ക്രിസ്റ്റി പറയുന്നു, എടാ നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോ, അവർ നിന്നെയും പിടിച്ചു കെട്ടും. അത് കേട്ട് ആൾട്ടോ അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചുറ്റിലും പോയി നോക്കി. ആരെയും കാണാത്തതിനാൽ തിരിഞ്ഞു വീണ്ടും ക്രിസ്റ്റിയെ നോക്കുമ്പോൾ അവൻ ആ ചങ്ങലയിൽ നിന്ന് റിലീസ് ആയി വന്ന് ആ ചുമരിലേക്ക് വലിഞ്ഞു കയറി കഴുത്തു മാത്രം തിരിച്ച് ആൾട്ടോയെ നോക്കി, എടാ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് അലറി പറയുകയാണ്. അതൊക്കെ കണ്ട് ആൾട്ടോ പേടിച്ച് അലറി അടിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ആ ഗുഹയുടെ ഡോർ ആരോ പൂട്ടിയിരിക്കുന്നു. പുറകിലൂടെ ക്രിസ്റ്റി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് ആൾട്ടോയുടെ നേർക്ക് ഓടി വരാൻ തുടങ്ങി. അത് കണ്ട് എടാ ക്രിസ്റ്റി നിനക്കെന്താ പറ്റിയേ, നിന്നെ എന്താ ചെയ്തത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം മുകളിൽ ആ സൈക്കോ വരുന്ന സൗണ്ട് കേൾക്കാൻ തുടങ്ങി. ആൾട്ടോ ക്യാമറ ഇപ്പോൾ ആ ഭാഗത്ത് നിന്നും ക്രിസ്റ്റിയുടെ നേർക്ക് തിരിച്ചു നോക്കുമ്പോൾ അവിടെ ഇപ്പോൾ ക്രിസ്റ്റിയെ കാണാനില്ല. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ച് മുകളിലോട്ട് പോവാൻ തുടങ്ങി. അന്നേരം അവിടെ ഒരുപാട് ടൂൾസ് കാണുകയാണ്. അതിൽ ഒരു കോടാലി മാത്രം എടുത്ത് പുറത്തേക്ക് പോകാൻ തുടങ്ങി. പതുക്കെ കതക് തുറന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ബേസ്മെന്റിൽ നിന്ന് പുറത്ത് കടന്ന് നോക്കുമ്പോൾ അവിടെ മെയിൻ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് നേരെ അതിലൂടെ പുറത്ത് കടക്കാൻ ഓടിപ്പോകാൻ തുടങ്ങി. ഓടി ഓടി വീടിന് പുറത്ത് കടന്ന് നോക്കുമ്പോൾ ദേ ആ സൈക്കോ കയ്യിൽ കോടാലിയും പിടിച്ച് മസിൽ പിടിച്ച് നിൽക്കുന്നു. അത് കണ്ട് ഭയന്ന് ആൾട്ടോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് മറ്റൊരു വശത്തു കൂടി ഓടാൻ തുടങ്ങി. പുറകെ സൈക്കോയും പിടിവിടാതെ കൊലവെറിയിൽ അവനെ ഓടിക്കുകയാണ്. ഓടി ഓടി ഒടുവിൽ ആദ്യം കണ്ട ആ കിണറിന്റെ അടുത്ത് എത്തുകയാണ്. എന്നാൽ അതുവഴി പോയാൽ അങ്ങോട്ടേക്ക് വഴിയില്ല എന്ന് മനസ്സിലാക്കി തിരിഞ്ഞു പോകാൻ നോക്കുമ്പോൾ ദേ സൈക്കോ പുറകിൽ അവനെ പിടികൂടി നിലത്തിട്ട് ആൾട്ടോയുടെ കയ്യിലെ ക്യാമറ വലിച്ചെറിയുകയാണ്. പിന്നീട് എന്തായി എന്നറിയില്ല. ആ സീന് അവിടെ കട്ട് ചെയ്താൽ അല്പം കഴിഞ്ഞ് ഇപ്പോൾ ആൾട്ടോ ഞരങ്ങി പോകുന്നത് കാണാം. അവന്റെ തലയിലാണ് ക്യാമറ ഉള്ളത് എന്ന് തോന്നുന്നു. അങ്ങനെ പോയി റോഡിലെത്തി ഞാൻ രക്ഷപ്പെട്ടു എന്ന് സ്വയം പറഞ്ഞ് അവിടെ തന്നെ സമാധാനത്തോടെ കിടക്കുകയാണ്. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ ആ വീടിന് ചുറ്റിലും പോലീസും ആംബുലൻസും ഒക്കെ വന്നിരിക്കുകയാണ്. എന്താ സംഭവിച്ചത് എന്ന് നോക്കാൻ ആൾട്ടോ എഴുന്നേറ്റ് അവിടെ പോയപ്പോൾ അവിടെ ക്രിസ്റ്റിയെ ആംബുലൻസിൽ കയറ്റുന്നത് കാണുകയാണ്. അത് കണ്ട് ആൾട്ടോ ക്രിസ്റ്റി ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ് ആൾട്ടോ അവിടെയുള്ള ഡോക്ടേഴ്സിന് മറ്റ് എല്ലാവർക്കും താങ്ക്സ് എന്ന് പറയുകയാണ്. എന്നാൽ ആരും തന്നെ ആൾട്ടോയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അന്നേരം ആൾട്ടോ നേരെ ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് നന്ദി പറയുകയാണ്. അന്നേരമാണ് അവന്റെ ക്യാമറയുടെ കാര്യം ഓർമ്മ വരുന്നത്. ക്യാമറ ആ ഫൈറ്റ് നടക്കുന്ന സമയത്ത് വലിച്ചെറിഞ്ഞതായിട്ട് ഓർമ്മ വരികയാണ്. അങ്ങനെ ആ കിണറിന്റെ വശത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. അവിടെയും പോലീസ് കൂട്ടങ്ങൾ ഉണ്ട്. എന്നാൽ ആൾട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത് പോലീസ് ആരും തന്നെ കണ്ടില്ല. ആരും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ അവിടേക്ക് സന്തോഷത്തോടെ ഓടിച്ചെന്ന ആൾട്ടോയ്ക്ക് ഒരു വലിയ ഷോക്ക്. എന്താണെന്ന് വെച്ചാൽ ആ കിണറ്റിൽ നിന്ന് പോലീസ് ആൾട്ടോയുടെ ഡെഡ് ബോഡി പുറത്തെടുക്കുന്നത് കാണാം. അതെ, ആൾട്ടോ ഓൾറെഡി മരിച്ചു പോയിരുന്നു. അവന് സൈക്കോ കൊന്നതാണ്. ഇപ്പോഴാണ് ആൾട്ടോയുടെ ആത്മാവിന് അത് മനസ്സിലായത്. അങ്ങനെ പോലീസ് ആൾട്ടോയുടെ ക്യാമറ എടുക്കുമ്പോൾ അവിടെ ആത്മാവ് നിൽക്കുന്നതായി കാണാം. ഇപ്പോഴാണ് ആത്മാവിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇന്നലെ രാത്രി ആ ബംഗ്ലാവിന്റെ അകത്തുള്ള ബാത്റൂമിലുള്ള ആ വലിയ ബാത്ത് ടബിൽ കിടന്നിരുന്നില്ലേ, അന്നേരം എന്നെ പ്രേതത്തിന് ഇഷ്ടപ്പെട്ടാൽ പ്രേതത്തെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ ജീവിക്കും എന്ന് ഇവൻ ആഗ്രഹിച്ച് പറഞ്ഞിരുന്നില്ലേ. അക്കാര്യമാണ് ഇപ്പോൾ ആൾട്ടോയുടെ ആത്മാവിന് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ആൾട്ടോയുടെ ആത്മാവ് ആ വീട്ടിലുള്ള ബാത്ത് ഡബ്ബയിൽ കിടക്കുന്നതായി കാണാം. ആ സീന് അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉള്ള ക്രിസ്റ്റിയെ കാണാം. അവനോട് പോലീസ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ ആ ബംഗ്ലാവിലേക്ക് പോയത്, അതേപോലെ നിന്റെ ഫ്രണ്ടായ ആൾട്ടോയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യൻ ആണെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും എനിക്കറിയില്ല എന്ന് മാത്രമാണ് മറുപടി പറയുന്നത്. അന്നേരം പോലീസ് ലാപ്ടോപ്പിൽ ഇവർ രണ്ടുപേരും ആ ബംഗ്ലാവിൽ പോയി റെക്കോർഡ് ചെയ്ത വീഡിയോസൊക്കെ കാണിച്ച് ഇത് കണ്ടാൽ നിനക്ക് എല്ലാം ഓർമ്മ വരുമായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇവിടെയാണ് ക്രിസ്റ്റിക്കും നമുക്കും ഒരു വലിയ ട്വിസ്റ്റ്. അതായത് ആ സൈക്കോ ആണല്ലോ ആൾട്ടോയെ കൊന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒരു സൈക്കോ അല്ല, ജീവനുള്ള മനുഷ്യനല്ല, അതൊരു പ്രേതമാണ്. ആ പ്രേതമാണ് ആൾട്ടോയെ കൊന്നത്. എന്നാൽ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ആ പ്രേതത്തിൻ്റെ രൂപം ക്രിസ്റ്റിയുടെ രൂപം ആയിട്ടാണ് കാണുന്നത്. പ്രേതത്തിൻ്റെ മുഖം പതിഞ്ഞ എല്ലാ വീഡിയോ ക്ലിപ്സിലും ക്രിസ്റ്റിയുടെ രൂപമാണ് പ്രേതം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്.
കാണിക്കുന്നത് നല്ല ഹൈടെക് ബുദ്ധിയുള്ള പ്രേതമാണെന്ന് തോന്നുന്നു. അങ്ങനെ കിണറിന്റെ വശത്തു നിന്നും ആൾട്ടോയെ പ്രേതം പിടിക്കുമ്പോൾ ആൾട്ടോയുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറ തട്ടിത്തെറിപ്പിച്ചിരുന്നില്ലേ? പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ലല്ലോ. എന്നാൽ ആ സീന് ഇപ്പോഴാണ് കാണിക്കുന്നത്. ക്രിസ്റ്റിയുടെ രൂപത്തിലുള്ള പ്രേതമാണ് ആൾട്ടോയെ അടിച്ചു കൊന്ന് നേരെ കൊണ്ടുപോയി ആ കിണറ്റിൽ ഇട്ടത്. ആ വീഡിയോ ക്ലിപ്പ് ഒക്കെ കണ്ട് ക്രിസ്റ്റിക്ക് ഇപ്പോൾ എന്ത് പറയണം എന്ന് തന്നെ അറിയുന്നില്ല. എല്ലാം കണ്ട് ആശ്ചര്യത്തോടെ കിളിപ്പോയവനെ പോലെ ആ വീഡിയോ നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ ആ വീഡിയോ ക്ലിപ്പ് കണ്ട പോലീസുകാർ വിചാരിക്കുന്നു അത് ക്രിസ്റ്റിയാണ് ആൾട്ടോയെ കൊന്ന് കിണറ്റിലിട്ടത് എന്ന്. കാരണം പോലീസിന് അറിയില്ലല്ലോ ക്രിസ്റ്റിയുടെ രൂപത്തിൽ പ്രേതം വന്ന് കൊന്നതാണെന്ന്. അതിനാലാണ് ഇപ്പോൾ ക്രിസ്റ്റിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് എല്ലാം ചോദിക്കുന്നത്. എല്ലാം പ്രേതത്തിന്റെ കളിയാണ്, പ്രേതത്തിന്റെ ചതിയാണ് എന്ന് മനസ്സിലാക്കി ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഇത് എൻ്റെ വിധിയാണ് എന്ന് മനസ്സിലാക്കി ക്രിസ്റ്റി ചങ്ക് പൊട്ടി കരയുകയാണ്. ആ ബംഗ്ലാവിൽ കയറിയ ആൾട്ടോ ആഗ്രഹിച്ചത് ആ ബംഗ്ലാവിനെയാണ്. അതുകൊണ്ടാണ് പ്രേതം ആൾട്ടോയെ കൊന്ന് ആ ബംഗ്ലാവിൽ അവൻ്റെ ആത്മാവിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതേപോലെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയ ക്രിസ്റ്റിയെ പോലീസ് പിടികൂടാൻ വേണ്ടി പ്രേതം വീഡിയോയിൽ പ്രേതത്തിന്റെ രൂപത്തിന് പകരം ക്രിസ്റ്റിയുടെ രൂപം എഡിറ്റ് ചെയ്തു വെച്ച് ക്രിസ്റ്റിയെ പ്രേതം കുടുക്കിയതും മനുഷ്യൻ ഹൊറർ വീഡിയോ പോലെ പ്രേതത്തെ എഡിറ്റ് ചെയ്തു വെച്ച് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായാണ് പ്രേതം മനുഷ്യനെ പറ്റിച്ച് തിരിച്ചൊരു പണി കൊടുക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇതൊരു യഥാർത്ഥ കഥയാണെന്ന് കാണിച്ച് ആ ബംഗ്ലാവിന്റെ യഥാർത്ഥ ഫോട്ടോ കാണിച്ച് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ബൈ ബൈ.